എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പത്രപ്രസ്താവന പുറപ്പെടുവിച്ചു. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ അതിനകത്ത് ഈ ഉണ്ടായിട്ടുള്ള വലിയ പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്നും ഈ പരാജയത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്നും മലയാളത്തിലാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അത് മനസ്സിലാക്കാത്തയാളല്ല നിഷ. വിമർശിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഏതവസ്ഥയിലും വിളിച്ചു പറയുക എന്നുള്ളത് ചില മാധ്യമ പ്രവർത്തകരുടെ മാത്രം അവരുടെ ഒരു ഒറ്റപ്പെട്ട പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിഷ പറഞ്ഞൊരു കാര്യം പെൻഷൻ ചോദിച്ച അമ്മമാരോടൊന്നാണ്. പെൻഷൻ ചോദിച്ച അമ്മമാർക്ക് ഈ മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുത്തൊരു സർക്കാരാണ് പടിയിറങ്ങി പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള അതിൻ്റെ അന്വേഷണം ഇപ്പോഴും കോടതിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2021 ഞങ്ങൾ 99 സീറ്റ്, അതായത് ഇപ്പോൾ 102 സീറ്റ് നേടിയ UDF-നേക്കാൾ 3 സീറ്റ് കുറവായി 99 സീറ്റ് നേടി അധികാരത്തിൽ വന്നു. LDF ഉപദ്രവിച്ചവരാണല്ലോ കൂടുതൽ. ഈ പെൻഷൻ ഗുണഭോക്തൃ 64 ലക്ഷം വരുന്ന ആളുകൾക്ക് പെൻഷൻ അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്ത് വലിയ ഉപദ്രവമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ളത്. 266 ദിവസം തെരുവിൽ സമരം ചെയ്ത സ്ത്രീകളുണ്ട്. ശ്രീ സുരേഷ് കുമാർ, ഇവർക്കൊന്നും നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾ കൊടുത്തത് തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്നപ്പോഴാണ്. അയ്യോ നിഷ, ഞങ്ങൾ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. നിഷ അറിയാത്തത് കൊണ്ടാണ്. നിഷ വായിക്കുന്ന കണ്ണടയുടെ പ്രശ്നമാണ്. ഞങ്ങൾ കൊടുത്തിട്ടാണ് പെൻഷൻ കൃത്യമായി മുഴുവൻ ആളുകൾക്കും ഈ മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശിക മുടങ്ങാതെ കൊടുത്ത സർക്കാർ എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ആത്മാഭിമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൊടുത്തത് കൊണ്ടോ കൊടുക്കാത്തത് കൊണ്ടോ ആണ് സംഭവിച്ചതെന്നുള്ളത് സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ പരാജയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണ്. കുറ്റസമ്മതം നടത്തി അല്ലേ? ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തൽ നടപടികൾ ഞങ്ങൾ നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും തിരുത്തി മുന്നേറും എന്ന് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും തിരുത്തി മുന്നേറും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു കാര്യം ഇപ്പോഴും പറയാം. CPM പോലെ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അസ്തമിച്ചു പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഈ മാതിരി തെമ്മാടിത്തരവും തിണ്ണമെടുക്കും കാണിച്ചിട്ടല്ല ഇവർ നിലനിൽക്കേണ്ടത്. കുറെ കൂടി ജനാധിപത്യ ബോധത്തോടുകൂടി, കുറെ കൂടി പൗരബോധത്തിനും പൗരാവകാശങ്ങൾക്കും വില കൊടുത്തുകൊണ്ട്, മനുഷ്യാന്തസ്സിന് വില കൊടുത്തുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നതല്ല. തെമ്മാടിത്തരം എന്ന വാക്കിനെ നിഷ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? നിഷ തെമ്മാടിത്തരം എന്ന വാക്കിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയപ്പോൾ കരിങ്കൊടി വീശിയ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇറങ്ങി തല്ലി ചതച്ചത് അതിന്റെ പേര് തെമ്മാടിത്തരം എന്ന് തന്നെയാണ് ശ്രീ സുരേഷ് കുമാർ. ചിലതൊക്കെ അങ്ങനെ പറയേണ്ടി വരും. ഇവിടെ തെരുവോരങ്ങളിലിട്ട് പെൺകുട്ടികളുടെ വിദ്യാർത്ഥികളെ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് ആനയിച്ച തെമ്മാടിത്തരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? നിങ്ങൾ ഇതുപോലെ ന്യായീകരിച്ചാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ വിജയം നൽകിയത്. രാഘവൻ പറഞ്ഞത് വാസ്തവം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തലയടിച്ച് പൊട്ടിച്ച AD തോമസ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഇന്ന് MLA ആണ്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ജനാധിപത്യത്തിന്റെ സിംഹാസനത്തിൽ ആ ചെറുപ്പക്കാരനെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിടുകയാണ്. അത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കാണിച്ച തെമ്മാടിത്തരത്തിനും തിണ്ണമിടിക്കിനും കേരളത്തിലെ പൗരബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. തെരഞ്ഞെടുപ്പിലാണ് സാധാരണക്കാരന് പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ജീപ്പ് അടിച്ചു പൊളിക്കാനും മനുഷ്യരുടെ തലയടിച്ചു പൊട്ടിക്കാനും അതിന് ജീവൻ രക്ഷാ പ്രവർത്തനം ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
ആ മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് AD തോമസ് എന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ചെറുപ്പക്കാരൻ കേരള നിയമസഭയുടെ അകത്ത് ജനാധിപത്യത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം നിങ്ങൾ എടുക്കും. ഇനിയും ഇതുപോലെ ന്യായീകരിച്ചാൽ, നിങ്ങൾ ഒരുപാട് കാലം ഇതുപോലെ ന്യായീകരിച്ചാൽ നിങ്ങൾ ഇല്ലാതാക്കപ്പെടും. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അഭിപ്രായം പറയണം. സാറിനെ ഇൻസൾട്ട് ചെയ്താ നമുക്ക് വളരെ വിഷമമാണ്. പക്ഷെ ഞങ്ങൾ ജയിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന്റെ ജനപക്ഷത്ത് നിന്നിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായിട്ടുള്ള നിരന്തര സമരങ്ങൾ, ജനങ്ങൾ ആഗ്രഹിച്ച വിഷയങ്ങളാണ് ഞങ്ങൾ മുദ്രാവാക്യങ്ങളായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയിട്ടുള്ളത്. ജനപക്ഷത്ത് നിന്ന് സമരം ചെയ്തു. ഞങ്ങൾക്ക് ചില കുറവുകൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് അത് കണ്ടറിഞ്ഞ് പഠിച്ച് തിരുത്തി മുന്നോട്ട് പോയി. അത് കൂടാതെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവികാരമുണ്ടായി. അത് കൃത്യമായി ജനങ്ങളുടെ ഓർമ്മയിലേക്ക് ഉണർത്താൻ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് പറ്റി. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ഓരോ 50 മീറ്ററിലും പിണറായി വിജയന്റെ മുഖം അച്ചടിച്ച് ഫ്ലെക്സ് അടിച്ച് വെച്ചപ്പോ ഇവരത് ഓർമ്മിപ്പിച്ചു, ഞങ്ങളുടെ പണി എളുപ്പമാക്കി തന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ തലയടിച്ച് പൊട്ടിക്കപ്പെടേണ്ട ആ ചെറുപ്പക്കാർ, ജയിലിൽ പോയ ചെറുപ്പക്കാർ, കറുത്ത 10 രൂപയുടെ മാസ്ക് വെച്ചതിന്റെ പേരിൽ 10 ദിവസം ജയിലിൽ പോയ കരുതൽ തടങ്കലിലാക്കപ്പെട്ട ചെറുപ്പക്കാരുടെയൊക്കെ സങ്കടങ്ങളുണ്ടല്ലോ, അവരുടെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ആയിരുന്നു. 80 ലക്ഷത്തിന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലൂടെ പറന്നു പോകുമ്പോൾ ടെറസിന്റെ മുകളിൽ അടക്കിയിട്ട കറുത്ത കുപ്പായം ആടിയാൽ പോലും ചെറുപ്പക്കാർ ജയിലിൽ പോകുന്ന കാലഘട്ടം, ഫാസിസ്റ്റ് കാലഘട്ടം സംഭാവന ചെയ്ത പിണറായി വിജയന്റെ പരാജയം കൂടിയാണ്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. 6 റൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറകിൽ പോയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പാർട്ടി കോട്ടകൾ പോലും തകർന്നു വീണുകൊണ്ട് CPM തകർച്ചയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. ഏറ്റവും വലിയ പരാജയത്തിലേക്ക് ആദ്യത്തെ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത കേരളത്തിൽ നിന്നാണ് അവസാനത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്തെന്നുള്ള ആ ചരിത്രം കൂടി നിങ്ങൾക്ക് അവകാശപ്പെടാവുന്നതാണ്. എങ്ങനെയൊക്കെ സംഭവിക്കുന്നറിയോ? സാധാരണക്കാരുടെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലായില്ല. പൗരപ്രമുഖന്മാരെ വിളിച്ച് അരച്ച അണ്ടിപ്പരിപ്പിൽ മുഖ്യ ചിക്കൻ കറി കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാതൽ കൊടുക്കുക. നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ്. എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. അങ്ങനെ പ്രാതൽ കൊടുത്തപ്പോൾ പാവപ്പെട്ട മനുഷ്യർ പിച്ചച്ചട്ടിയുമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത് ഹൈക്കോടതി പോകുന്നു. അതേസമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾ ഹൈക്കോടതിയിൽ വരുന്നു. എന്തിനാ? ചെയ്യാത്ത ജോലിക്ക് വാങ്ങിയ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അറിയത്തില്ല, ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. 6 മാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിപ്പോ ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട്. 18, 19, 21 മാസമായിട്ട് ക്ഷേമനിധികൾ കിട്ടാത്ത മനുഷ്യരുണ്ട്. ശമ്പളം മുടങ്ങിയ മനുഷ്യരുണ്ട്. ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. സാധാരണക്കാർ പടുപട്ടിണിയിൽ കിടക്കുമ്പോൾ പോലും നിങ്ങൾ മുന്തിയ താരങ്ങളെ കൊണ്ട് കേരളത്തിൽ ദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ച കെട്ടുകാഴ്ചകൾ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും 1,05,00,000 ആഡംബര വാഹനമില്ലേ ഇപ്പൊ നിങ്ങൾ ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്? അതിൽ കൊണ്ടുപോകണം ആ തോറ്റ 13 മന്ത്രിമാരെയും. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ നിങ്ങളുടെ ആ സിറ്റിംഗ് MLA-മാരിൽ തോറ്റുപോയ കുറെ എണ്ണങ്ങളില്ലേ, അവരെ എല്ലാത്തിനെയും പറക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ധർമ്മടത്തേക്ക് ഒരു യാത്ര നടത്തണം. പണ്ട് നിങ്ങൾ വടക്കുന്ന് തെക്കോട്ടെടുത്ത യാത്ര പോലെ ഇന്ന് നിങ്ങൾ തെക്കുന്ന് വടക്കോട്ടൊരു യാത്ര നടത്തണം ആ നവകേരള ബസ്സിൽ. അപ്പൊ കേരളത്തിൽ നവകേരള സൃഷ്ടി പൂർത്തിയാകും. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.